നമസ്കാരം. ഇന്ദ്രപ്രസ്ഥത്തെ നയിക്കാൻ വനിതാ മുഖ്യമന്ത്രി. വിശദമായി നോക്കാം. ന്യൂസ് അപ്ഡേറ്റ്സിൽ ആദ്യം പ്രധാന വാർത്തകൾ. ഡൽഹിക്ക് വീണ്ടും വനിതാ മുഖ്യമന്ത്രി. ഇന്ദ്രപ്രസ്ഥത്തെ നയിക്കാൻ രേഖാ ഗുപ്ത, പർവേഷ് വർമ്മ ഉപമുഖ്യമന്ത്രി. സത്യപ്രതിജ്ഞ നാളെ. പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖർ പങ്കെടുക്കും. സിപിഐയുടെയും ആർജെഡിയുടെയും എതിർപ്പ് ഫലം കണ്ടില്ല. പാലക്കാട് എലപ്പുള്ളി ബ്രൂവറിക്ക് LDF അംഗീകാരം. സർക്കാർ പിന്നോട്ടില്ലെന്ന് യോഗത്തിൽ മുഖ്യമന്ത്രി. പുതിയ മദ്യനയം വൈകും. ദേശീയ നേതൃത്വം ഇടപെട്ടിട്ടും ശശി തരൂർ ഉറച്ചു തന്നെ. താൻ സംസാരിക്കുന്നത് കേരളത്തിന് വേണ്ടിയെന്ന് തരൂർ. ഡിവൈഎഫ്ഐയുടെ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാത്തത് സമയമില്ലാത്തതിനാൽ. വലിയ ദ്രോഹമൊന്നും തരൂർ പറഞ്ഞിട്ടില്ലെന്ന് കെ സുധാകരൻ. ആറുമാസമായി ശമ്പളമില്ല. കോഴിക്കോട് അധ്യാപിക ആത്മഹത്യ ചെയ്തു. തൂങ്ങി മരിച്ചത് കോടഞ്ചേരി സെന്റ് ജോസഫ് സ്കൂളിലെ അധ്യാപിക. ആശാവർക്കർമാരുടെ വേതനത്തിന് ഉപാധി പാടില്ലെന്ന് മന്ത്രി വീണ ജോർജ്. PSC ചെയർമാനും അംഗങ്ങൾക്കും ലക്ഷങ്ങളുടെ ശമ്പള വർധന. അനധികൃത കുടിയേറ്റത്തിൽ ട്രംപ് സർക്കാർ പിന്നോട്ടില്ല. കൈയിലും കാലിലും ചങ്ങലയിട്ട് വിമാനത്തിൽ കയറ്റുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടു. ഗംഭീരമെന്ന് ഇലോൺ മസ്ക്. ഇന്ത്യയിൽ ടെസ്ല ഫാക്ടറി തുടങ്ങുന്നതിനെതിരെ ട്രംപ്. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കായി പ്രാർത്ഥനയോടെ വിശ്വാസി ലോകം. ആരോഗ്യനില അതീവ ഗുരുതരം. 2 ശ്വാസകോശങ്ങളിലും ന്യൂമോണിയ. ആശുപത്രിക്ക് മുന്നിൽ തടിച്ചുകൂടിയ ആയിരങ്ങൾ. അതിരപ്പിള്ളി കാട്ടുകൊമ്പന് കോടനാട്ടിൽ ചികിത്സ തുടങ്ങി. അവസാനം വരെ കൊമ്പനെ ചേർത്തു പിടിച്ചേഴാറ്റുമുഖം ഗണപതി. തൃശൂരിൽ കാട്ടാനക്കലി. 60കാരനെ ചവിട്ടിക്കൊന്നു. കോട്ടയത്ത് ബാർ ജീവനക്കാരന്റെ ക്രൂരത. മദ്യത്തിന്റെ അളവ് ചോദ്യം ചെയ്തയാൾക്ക് മർദ്ദനം. ബിജു അറസ്റ്റിൽ. കോഴിക്കോട് റാഗിംഗ് പരാതിയിൽ 6 വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ. കോട്ടയം റാഗിംഗ് കേസിൽ നാളെ തെളിവെടുപ്പ്. ചാമ്പ്യൻസ് ട്രോഫിയിൽ ന്യൂസിലാൻഡിന് മികച്ച സ്കോർ. പാകിസ്ഥാന് 321 റൺസ് വിജയലക്ഷ്യം. ലാദമിനും യങ്ങിനും സെഞ്ചുറി. ജയത്തോടെ തുടങ്ങാൻ ടീം ഇന്ത്യ നാളെ ബംഗ്ലാദേശിനെതിരെ. രഞ്ജിയിൽ കേരളത്തിനെതിരെ ഗുജറാത്ത് തിരിച്ചടിക്കുന്നു. വിശദമായി നോക്കാം. രേഖാ ഗുപ്ത ഡൽഹി നിയമസഭയുടെ 9ാം മുഖ്യമന്ത്രി. ഷാലിമാർ ബാഗ് MLA ആയ രേഖാ ഗുപ്തയെ ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രിയായി നിയമസഭാ പാർട്ടി യോഗം തീരുമാനിച്ചു. ന്യൂഡൽഹി MLA പർവേഷ് വർമ്മ ഉപമുഖ്യമന്ത്രിയാകും. രോഹിണി MLA വിജേന്ദർ ഗുപ്ത ഡൽഹി നിയമസഭാ സ്പീക്കറുമാകും.
थोड़ा सा अनुशासन बना के रखें। മനു ഭരത ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മനു, 6ഓളം പേരുകൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായി കേട്ടു. ഒടുവിലിതാ ABVP-യിലൂടെ വളർന്നു വന്ന നേതാവ്, ഏറ്റവും പ്രധാനമായി മഹിളാ മോർച്ചയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് രേഖ ഗുപ്ത ഇന്ദ്രപ്രസ്ഥത്തെ നയിക്കാൻ എത്തിയിരിക്കുന്നു. BJP-യുടെ ധീരമായ തീരുമാനം അല്ലേ? അതെ, ഭവ്യ ചൂണ്ടിക്കാണിച്ചതുപോലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് രേഖ ഗുപ്ത തൻ്റെ രാഷ്ട്രീയ ജീവിതം അടയാളപ്പെടുത്തുന്നത്. ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ നേതൃരംഗത്തേക്ക് അവിടെ ജനറൽ സെക്രട്ടറിയായി ജയിക്കുന്നു. പിന്നീട് DSU ഡൽഹി സ്റ്റുഡൻസ് യൂണിയൻ്റെ പ്രസിഡന്റായും രേഖ ഗുപ്ത തെരഞ്ഞെടുക്കപ്പെടുന്നു. അങ്ങനെ വിദ്യാർത്ഥികൾക്കിടയിലൂടെ തൻ്റെ പ്രവർത്തനം ആരംഭിച്ച് പിന്നീട് 2002-ൽ BJP-യിലെത്തുകയും അവിടെ യുവജന വിഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്താണ് രേഖ ഗുപ്ത താൻ രാഷ്ട്രീയ രംഗത്ത് തൻ്റെ മികവുറ്റ പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്ന ഒരാളാണ് എന്ന് തെളിയിക്കുന്നത്. അവിടെ നിന്ന് പിന്നീട് ഏറ്റവും താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങളിൽ സജീവമാകുന്നു. രേഖ ഗുപ്തയെ ഡൽഹിയുടെ മുഖ്യമന്ത്രിയായി നിയമിക്കുന്നതിൽ ഒരു സുപ്രധാന കാരണം അവർക്ക് ഈ അവിടുത്തെ സാമാന്യ ജനവുമായി ബന്ധപ്പെട്ടുള്ള ഒട്ടനവധി വിഷയങ്ങൾ വളരെ കാര്യക്ഷമമായി ഇടപെട്ട് പരിഹരിക്കാൻ കഴിഞ്ഞു എന്നതിൽ കൂടിയാണ്. കാരണം ഡൽഹി കൗൺസിലർ ആയി അവർ നോർത്ത് പിതംപുരയിൽ നിന്നാണ് ആദ്യം ജയിക്കുന്നത്. അവിടെ നിന്ന് 2007-ൽ ജയിക്കുന്നു. 2012-ൽ ആ വിജയം ആവർത്തിക്കുകയും ചെയ്യുന്നു. പിന്നീട് സൗത്ത് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ മേയറായി അവർ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുന്നു. BJP കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അവരുടെ മുഖ്യമന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്നതിൽ പലപ്പോഴും ആളുകൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്ത തരത്തിൽ ഉള്ള ആളുകളെ പെട്ടെന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു രീതിയുണ്ടായിരുന്നു. അത് രാജസ്ഥാനിലെ ഭുജൻപാൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മധ്യപ്രദേശിലെ മോഹൻ സിംഗ് ആയിക്കോട്ടെ, ഒഡീഷയിലെ മോഹൻ ചരൺ മാഞ്ചി ആയിക്കോട്ടെ, ഛത്തീസ്ഗഡിലെ വിഷ്ണു ദിയോസ് ആയിക്കോട്ടെ, ഇവരെല്ലാം പെട്ടെന്ന് ആളുകൾക്ക് ഇങ്ങനെ അവരെ തിരഞ്ഞെടുത്തേക്കും അല്ലെങ്കിൽ അവരെ വിശ്വസിച്ച് മുഖ്യമന്ത്രി സ്ഥാനം ഏൽപ്പിച്ചേക്കും എന്നൊന്നും ആളുകൾ പ്രതീക്ഷിക്കാത്ത ആളുകളിലേക്ക് പെട്ടെന്ന് എത്തുകയാണ്. ഇത്തവണയും ഭവ്യ സൂചിപ്പിച്ചതുപോലെ സാഹിബ് സിംഗ് വർമ്മയുടെ മകൻ ആകും എന്ന് പ്രതീക്ഷിച്ചവർ ഉണ്ട്. അതേപോലെ തന്നെ മറ്റ് BJP-യുടെ നേതൃസ്ഥാനത്തിരുന്ന മറ്റ് പല ആളുകൾക്കും ഈ സാധ്യതയുണ്ട് എന്ന് കൽപ്പിച്ചവർ ഉണ്ട്. ഇപ്പോൾ ഹരീഷ് ഖുറാനയെ പോലെ മദൻലാൽ ഖുറാന, നമുക്കറിയാം, അദ്ദേഹവും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വന്ന് ഡൽഹിയുടെ മുഖ്യമന്ത്രിയായ ആളാണ്. മദൻലാൽ ഖുറാനയുടെ മകൻ ഹരീഷ് ഖുറാനയെ പരിഗണിച്ചേക്കുമോ എന്ന ചോദ്യമുണ്ടായിരുന്നു. അതുപോലെ തന്നെ സതീഷ് ഉപാധ്യായ BJP-യുടെ വളരെ മുതിർന്ന നേതാവാണ്. മാളവിക നഗറിൽ നിന്ന് അദ്ദേഹം AAP-യുടെ സോംനാഥ് ഭാരതിയെ പരാജയപ്പെടുത്തിയാണ് തൻ്റെ നേതൃത്വം തെളിയിച്ചത്. അതുപോലെ ഉള്ള നേതാക്കൾ എല്ലാം ഉണ്ടായിരുന്നിട്ടും അതാണ് മനു, ഈ പറഞ്ഞ പേരുകളൊക്കെ തള്ളാൻ രേഖ ഗുപ്തയുടെ RSS ബന്ധം വഴിവെച്ചു എന്ന് മനസ്സിലാക്കണമോ? കൃത്യമായ RSS ഇടപെടൽ അവിടെ ഉണ്ടായി എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഡൽഹിക്ക് ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകാൻ RSS ഇടപെടൽ ഉണ്ടായി എന്ന് മനസ്സിലാക്കണമോ? പ്രധാനമായും നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ രേഖ ഗുപ്തയുടെ വിദ്യാർത്ഥി പരിഷത്തുമായുള്ള ബന്ധം, അത് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാം RSS-ഉമായി അടുത്ത ബന്ധം രേഖ ഗുപ്തയ്ക്ക് ഉണ്ടെന്ന്. ആ ബന്ധം അവരെ ഡൽഹിയുടെ മുഖ്യമന്ത്രി പദവിയിൽ എത്തിച്ചു എന്ന് പറയാമോ മനു? അല്ല, ഇവിടെ അതിനേക്കാൾ ഉപരി ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകുക എന്നതാണ് BJP പ്രാധാന്യം നൽകുന്നത്. കാരണം ഡൽഹിയിൽ ഇത്തവണ വനിതാ വോട്ടർമാർ BJPക്ക് കാര്യമായ പിന്തുണ നൽകി എന്നവർ കരുതുന്നു. വനിതാ വോട്ടർമാർക്കിടയിൽ സ്വാധീനം ഉറപ്പിക്കാനുള്ള കൂടുതൽ പ്രവർത്തനങ്ങൾ ഉണ്ടാകണം എന്ന് കരുതുന്നു. BJP ഇപ്പോൾ വനിതകൾക്ക് നൽകാൻ എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള നിരവധി വാഗ്ദാനങ്ങളുണ്ട്. അതിപ്പോൾ ഈ 21,000 രൂപ ഗർഭിണികൾക്കുള്ള പ്രത്യേക പരിരക്ഷകളായിക്കോട്ടെ, അല്ലെങ്കിൽ 2,500 രൂപ വീതം നൽകാം എന്ന് പറയുന്ന പദ്ധതി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിൽ ഇനി BJP അവിടെ നടത്താൻ ഉദ്ദേശിക്കുന്ന പരിപാടിയായിക്കോട്ടെ, ഇപ്പോൾ അതിലൊക്കെ തന്നെ വനിതകളുടെ ഒരു വലിയ പ്രാധാന്യം അവിടെ അടിവരയിടുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകുക എന്നത് ഒരു വശത്ത് നിൽക്കുന്നു. മാത്രവുമല്ല, ഈ താഴെ തട്ടിൽ നിന്നുള്ള പ്രവർത്തന പരിചയമുള്ള ആളുകൾ നേതൃരംഗത്ത് വരിക എന്ന കാര്യം വളരെയധികം ശക്തമായി ഊന്നൽ നൽകുന്നു. ഇത്
പ്രധാനമന്ത്രി മോദി തൻ്റെ വിദേശ പര്യടനം കഴിഞ്ഞ് തിരിച്ചു വരുന്നത് വരെ ഇതിൻ്റെ ഈ മുഖ്യമന്ത്രിയെ നിയമിക്കുന്ന കാര്യം നിർത്തിവെച്ചു എന്ന് മനസ്സിലാകുമ്പോൾ തന്നെ സ്വാഭാവികമായും അദ്ദേഹം എല്ലാ കാലത്തും പ്രധാനമന്ത്രി ഈ BJPക്ക് അകത്ത് നേതാക്കളെ നിശ്ചയിക്കുമ്പോൾ വനിതകൾക്ക് പ്രാധാന്യം നൽകണം എന്ന് അടിവരയിട്ടിട്ട് പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും അങ്ങനെയാണ് ആളുകൾ ഇത് പ്രധാനമന്ത്രി വരികയാണെങ്കിൽ സ്വാഭാവികമായും ഇതിൽ ശിഖ റോയ്ക്ക് ഒരു പക്ഷേ സാധ്യതയുണ്ടാകാം, അല്ലെങ്കിൽ രേഖാ ഗുപ്തയ്ക്ക് സാധ്യതയുണ്ടാകാം, പൂനം ശർമ്മയുണ്ട്, അല്ലെങ്കിൽ നീലൻ പെഹൽവാൻ, അങ്ങനെ 5 പേരാണല്ലോ. അതിഷിയെ കൂടാതെ മറ്റു 4 പേരാണ് അവിടെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള സ്ത്രീകളായുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ശിഖ റായിയുടെ പേരും ഉയർന്നു കേട്ടിരുന്നു. ശിഖ റായും ഇതുപോലെ താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ചു വന്ന ഒരു വനിതാ നേതാവാണ്. അപ്പോൾ ഇവർ 2 പേരിൽ ആരെങ്കിലും ഒരാളായിരിക്കും എന്ന് ഏറെക്കുറെ ചിലരൊക്കെ തന്നെ ധരിച്ചിരുന്നു. എങ്കിലും BJP പർവേഷ് വർമ്മയെ പോലുള്ളവരെ തെരഞ്ഞെടുപ്പ് രംഗത്തിറക്കിയപ്പോൾ സ്വാഭാവികമായും അവരുടെ നേതൃത്വം കൂടി പരിഗണിച്ചേക്കും എന്നൊക്കെ ഉള്ള ചർച്ചകളും ഉണ്ടായിരുന്നു. ഏതായാലും ഒടുവിൽ BJP വനിതാ നേതാവിൽ തന്നെ ഡൽഹിയെ നയിക്കാൻ സുഷമ സ്വരാജിന്റെ മാതൃക പിന്തുടർന്നുകൊണ്ടുള്ള ഒരു വനിതാ നേതാവ് തന്നെ വരട്ടെ എന്ന നിലപാട്. അതാണ് മനു, ഇവിടെ നോക്കൂ, ഈ അടുത്ത കാലത്തായി BJP മുഖ്യമന്ത്രിമാരെ തീരുമാനിക്കുന്നതിൽ സ്വീകരിച്ചു വരുന്ന ഒരു അപ്രതീക്ഷിത നീക്കങ്ങൾ, ആ നീക്കങ്ങൾ ഇവിടെയും ഉണ്ടായി എന്ന് നമുക്ക് എടുത്തു പറയാമല്ലോ. പ്രത്യേകിച്ചും ഒരു BJP വനിതാ മുഖ്യമന്ത്രി വരുമ്പോൾ അത് എത്രമാത്രം നേട്ടമായിരിക്കും ഇനി BJPക്ക് ഉണ്ടാക്കാൻ പോകുന്നത്, അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും അത്തരത്തിലൊരു നീക്കത്തേക്ക് BJP ഡൽഹിയിൽ എത്തിയത്, അല്ലേ മനു? അതെ, BJPയെ സംബന്ധിച്ചിടത്തോളം അവിടെ ആം ആദ്മി പാർട്ടി BJPക്ക് ഒരു ബദൽ, അല്ലെങ്കിൽ BJP എതിർത്തുകൊണ്ട് അവിടെ വിജയം ഉറപ്പിക്കുന്ന ഘട്ടങ്ങളിലൊക്കെ അവിടുത്തെ ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകളെയും അതുപോലെ ഡൽഹി നിവാസികളുടെ സിവിക് ഇഷ്യൂസ്, അതായത് അവരുടെ വെള്ളം, കുടിവെള്ളം, അതുപോലെ അവിടുത്തെ പൊതു ശൗചാലയങ്ങളുടെ വൃത്തി, അതുപോലെ സീവേജ്, ഓവുചാലുകൾ, അഴുക്കുചാലുകളുടെ വൃത്തിയാക്കൽ, യമുന നദിയുടെ പൊല്യൂഷൻ, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളാണ് പ്രധാനമായും ഡൽഹിയിലെ വോട്ടർമാരെ കാര്യമായി സ്വാധീനിക്കുന്നത്. അപ്പോൾ അവിടുത്തെ സാധാരണക്കാരായ വീട്ടമ്മമാർ, അതുപോലെ ഡൽഹി നിവാസികളായ ഇടത്ത തട്ടിലുള്ളവർ, മധ്യവർഗം ആ വിഭാഗത്തിൽപ്പെടുന്നവർ, ഇങ്ങനെയുള്ളവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിലൂടെ മാത്രമേ പാർട്ടിക്ക് കൂടുതൽ ഒരു ഇലക്ട്രൽ കരുത്തുണ്ടാക്കാൻ കഴിയൂ എന്ന ഒരു വിശകലനം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഫലമായി അത്തരം വിഷയങ്ങളെ ഗൗരവമായി എടുക്കുന്ന കൗൺസിലറായി പ്രവർത്തിച്ചവർക്ക് ഒരുപക്ഷെ ഈ വിഷയങ്ങൾ കുറെ കൂടെ ഗൗരവമായി കാണാനും ആ വിഷയങ്ങൾ അവർക്ക് നേരത്തെ ഇടപെട്ട് ഉള്ള ഒരു പരിചയമൊക്കെ ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായും അത്തരം ആളുകൾക്ക് പ്രാതിനിധ്യം നൽകുക എന്ന് പറയുമ്പോൾ തന്നെ അതിലൂടെ വ്യക്തമാക്കുന്നത് ഇത് BJPയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ സാധാരണ പൊതുജീവിതത്തെ കൂടുതൽ മെച്ചമുള്ളതാക്കുക എന്ന ഒരു വലിയ വെല്ലുവിളിയുണ്ട്. പക്ഷേ ഇതിനോടൊക്കെ അപ്പുറത്ത് തന്നെ ഇപ്പോൾ ആയുഷ്മാൻ ഭാരത് പദ്ധതി, കേന്ദ്ര സർക്കാർ നൽകിയ പദ്ധതി സ്വീകരിക്കാത്ത ഒരു സംസ്ഥാനമാണ് ഡൽഹി. അപ്പോൾ അവിടെ ഇനി പുതിയ ആരോഗ്യ പദ്ധതികൾ കൊണ്ടുവരിക എന്നതിൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ, അതുപോലെ ക്ലീൻ യമുന BJP ഉയർത്തിയ ഒരു വലിയ വിഷയമാണ്. അപ്പോൾ അത് ആം ആദ്മി പാർട്ടിയും ആ വിഷയം ശക്തമായി ഉയർത്തി. ഇനി യമുന ശുദ്ധീകരിക്കേണ്ട വലിയ ഉത്തരവാദിത്വം BJPക്ക് വരിക. അപ്പോൾ ഇതൊക്കെ ഇനി വരാനിരിക്കുന്നു. അതുപോലെ ഈ RRTS പദ്ധതി, ഡൽഹി മെട്രോ, ഇലക്ട്രിക് ബസ് പദ്ധതികൾ, അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ പശ്ചാത്തല വികസനം, നഗരകാര്യ വികസനം തുടങ്ങിയ ഒട്ടനവധി വിഷയങ്ങളിൽ ഇനി BJPക്ക് വെല്ലുവിളികളായി മുന്നിലുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിക്കാണാനും അത് കാര്യക്ഷമമായി ജനങ്ങളുടെ വീക്ഷണകോണിൽ നിന്ന് അവരുടെ യാത്രാ സൗകര്യം, അവരുടെ പരിസ്ഥിതി സൗഹൃദമായ അന്തരീക്ഷം, ഡൽഹിയിൽ നമുക്കറിയാം നേരിടുന്ന ശബ്ദം, അതുപോലെ മലിനീകരണ പ്രശ്നങ്ങൾ, ഒട്ടനവധി വിഷയങ്ങൾ സാധാരണക്കാർ അവിടുത്തെ ഡൽഹി നിവാസികൾ അനുഭവിക്കുന്നു. അപ്പോൾ ആ വിഷയങ്ങളെ പരിഗണിക്കുന്ന ഒരാൾ എന്ന നേതൃത്വം അതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുക കൂടിയാണ് ഒരു വനിതയെ പ്രത്യേകിച്ച് ഇത്തരത്തിൽ കൗൺസിലറായി അവിടെ പ്രവർത്തിക്കുകയും മേയറായി തെരഞ്ഞെടുക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ള. അതാണ് താഴെത്തട്ടിൽ നിന്ന് ഒരാൾ മുഖ്യമന്ത്രിയാകുമ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു പറയണം കെജ്രിവാളിനെ വീഴ്ത്തിയ പർവേഷ് ശർമ്മ, അദ്ദേഹം ഉപമുഖ്യമന്ത്രിയാവുകയാണ് രാജ്യ തലസ്ഥാനത്ത് എന്ന കാര്യം ശ്രദ്ധേയമാണത്. AAPക്കുള്ള ഒരു മറുപടി കൂടിയാണോ മനു? അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മറ്റ് ക്യാബിനറ്റ് മന്ത്രിമാരെ എപ്പോഴത്തേക്ക് പ്രഖ്യാപിക്കും, അത് ഉടൻ ഉണ്ടാകുമോ? അതിന്റെ വിശദാംശങ്ങൾ കൂടി മനു. ഏതായാലും ഉടൻ തന്നെ ഇപ്പോൾ ലഫ്റ്റനന്റ് ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരിക്കാൻ ഉള്ള സന്നദ്ധത അറിയിക്കുകയായിരിക്കും ആദ്യ നടപടിയായി ഉണ്ടാവുക. നാളെ സത്യപ്രതിജ്ഞ നടക്കും എന്നാണ് കരുതുന്നത്. 11 മണിയോടുകൂടി സത്യപ്രതിജ്ഞ ഉണ്ടാവും. സാധാരണക്കാരായ ഡൽഹി നിവാസികളെല്ലാം ക്ഷണിച്ചുകൊണ്ടുള്ള രാംലീല മൈതാനിയിൽ ഒരു വലിയ സത്യപ്രതിജ്ഞ ചടങ്ങ് സംഘടിപ്പിക്കും. പർവേഷ് വർമ്മ ഒരുപക്ഷെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രി എന്ന നിലയിലാണ് ഇപ്പോൾ ഉള്ളതെങ്കിലും ഭരണത്തിൽ അദ്ദേഹത്തിന് നിർണായകമായ പങ്കുണ്ടാകും. നമുക്കറിയാം സാഹിബ് സിംഗ് വർമ്മ BJPക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു നേതാവായിരുന്നു, ഡൽഹിയുടെ മുഖ്യമന്ത്രിയായിരുന്നു. BJPയെ ഡൽഹിയിൽ ശക്തമായ ഒരു
രാഷ്ട്രീയ പ്രസ്ഥാനമാക്കി ഉയർത്തുന്നതിലൊക്കെ നിർണായക പങ്കുവഹിച്ച സാഹിബ് സിംഗ് വർമ്മയുടെ മകനാണ് പർവേഷ് വർമ്മ. പർവേഷ് വർമ്മ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി പറയുമ്പോൾ തന്നെ അവിടെ പ്രധാനമായും ഉദ്ദേശിച്ചിരുന്നത് അദ്ദേഹത്തെ മുഖ്യമന്ത്രി പോലും സ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. ഏതായാലും ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ സ്ഥാനത്തേക്ക് പർവേഷ് വരുമ്പോൾ ഈ ഭരണ സംവിധാനത്തിൻ്റെ അതിലൊരു കാര്യമായ ഒരു നിയന്ത്രണം അദ്ദേഹത്തിന് കൂടി നൽകിക്കൊണ്ടായിരിക്കും ഈ നീക്കം ഉണ്ടാകുക. മാത്രമല്ല, ഇപ്പോൾ അവിടെ വിജീന്ദർ ഗുപ്തയെ പരിഗണിക്കുമ്പോൾ അദ്ദേഹം 3 തവണയാണ് അവിടെ നിന്ന് രോഹിണിയിൽ നിന്ന് ജയിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരം ഒരു നേതാവിനെ അവിടെ സ്പീക്കറാക്കി അങ്ങനെ അവർക്കിടയിലൊക്കെ ഉള്ള എന്തെങ്കിലും ഉയർന്നു വരാൻ സാധ്യതയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ ഭിന്നതകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം പരിഹരിച്ചുകൊണ്ടാണ് ഈ സർക്കാർ രൂപീകരിക്കുന്നത് എന്നത് BJP സംബന്ധിച്ചിടത്തോളം വളരെ നേട്ടമായി വരും എന്നാണ് കണക്കാക്കുന്നത്. ഏതായാലും 27 വർഷത്തിന് ശേഷം BJP ഇവിടെ അധികാരത്തിൽ വരുമ്പോൾ അത് ഒരു തിളക്കമാർന്ന വിജയവുമായി അധികാരത്തിൽ വരുമ്പോൾ അത് തുടർന്നു കൊണ്ടുപോകാനുള്ള വലിയ ഉത്തരവാദിത്വവും ഒരു വെല്ലുവിളിയായി തന്നെ ഈ സർക്കാരിന് മുകളിൽ നിൽക്കുകയാണ്. തീർച്ചയായും അത് സൂചിപ്പിച്ചതുപോലെ തന്നെ 27 വർഷങ്ങൾക്ക് ശേഷം ഇന്ദ്രപ്രസ്ഥത്തിൽ BJP അധികാരത്തിലേറുമ്പോൾ ധീരമായ തീരുമാനവുമായിട്ടാണ് സർക്കാർ അധികാരത്തിലേറുന്നത്. ഏറ്റവും പ്രധാനമായി വനിതാ മുഖ്യമന്ത്രി എത്തുകയാണ് രാജ്യ തലസ്ഥാനം ഭരിക്കാൻ. മനു ഭരതാണ് വിവരങ്ങൾ നൽകിയത്. ഇനി മറ്റു വാർത്തയിലേക്ക്. ഘടകകക്ഷികളുടെ എതിർപ്പ് മറികടന്ന് ബ്രൂവറിയുമായി സർക്കാർ മുന്നോട്ട്. വിഷയത്തിൽ RJDയും CPIയും ഇടതുമുന്നണി യോഗത്തിൽ ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തി. എന്നാൽ ഇക്കാര്യത്തിൽ സർക്കാർ തീരുമാനമെടുത്തെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ വ്യക്തമാക്കി. ആക്ഷേപങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുമെന്നും മുഖ്യമന്ത്രി. ഡാൻ കുര്യൻ നൽകും കൂടുതൽ വിവരങ്ങൾ. ഡാൻ, ബ്രൂവറിയിൽ ഉടക്കിയതൊക്കെ നമ്മൾ കണ്ടതാണ് CPI, പക്ഷേ അതൊന്നും കാര്യമല്ല, വിഷയവുമായി മുന്നോട്ട് പോകും, ബ്രൂവറിയുമായി മുന്നോട്ട് പോകും എന്ന് തന്നെ സർക്കാർ ഉറപ്പിച്ചു, അല്ലെ? സർക്കാരിലും മുന്നണിയിലും വിവിധമായ വൻകിട മദ്യനിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് LDF യോഗത്തിന് അനുമതി നൽകിയിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ CPIയും RJDയും ഒരുപാട് എതിർവാദങ്ങൾ ഉന്നയിച്ചിട്ടും മന്ത്രിസഭാ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ശക്തമായ നിലപാടാണ് ചർച്ചയുടെ തന്നെ. ബ്രൂവറിയുമായി മുന്നോട്ട് പോകും എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് സർക്കാർ. നമ്മൾ ഇതിനു മുൻപ് കണ്ടതാണ്, വലിയ തരത്തിൽ എതിർപ്പ് അറിയിച്ചിരുന്നു CPI പാലക്കാട്. പക്ഷെ അതൊന്നും വിഷയമല്ല, സർക്കാർ തീരുമാനമെടുത്തു കഴിഞ്ഞു എന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. ഇനി ഘടകകക്ഷികളുടെ എതിർപ്പിലൊന്നും കാര്യമില്ല. എന്തായാലും ബ്രൂവറിയുമായി സർക്കാർ മുന്നോട്ട് തന്നെ. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, ചെറിയൊരു സാങ്കേതിക തടസ്സമുണ്ടായിരുന്നു, തുടരാം. അതായത് 3 മണിക്കൂറിലേറെ നീണ്ട ചർച്ചയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് MN സ്മാരകത്തിൽ നടന്നത്. RJDയും അതോടൊപ്പം തന്നെ CPIയും ശക്തമായ എതിർപ്പ് അറിയിച്ചിട്ടും മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ, അതായത് മന്ത്രിസഭാ യോഗത്തിൽ ഈ ബ്രൂവറി വിഷയത്തിലെടുത്ത അനുകൂല നിലപാട് അത് അങ്ങനെ തന്നെ തുടരും എന്ന് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ നിലപാടിൽ ഉറച്ചു നിന്നു. അതാണ് ഈ ചർച്ചയിൽ നിർണായകമായി മാറിയത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് കുടിവെള്ളം, കൃഷിക്ക് ആവശ്യമായ വെള്ളം എന്നിവയ്ക്ക് ക്ഷാമം നേരിടുമെന്നതായിരുന്നു ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള CPI നേതാക്കളുടെ എതിർപ്പ്. പക്ഷേ ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ പദ്ധതി വേണ്ടെന്ന് വെക്കണമെന്നും ബിനോയ് വിശ്വം LDF യോഗത്തിൽ ആവശ്യപ്പെട്ടു. പക്ഷേ പദ്ധതിയുടെ സംരംഭകർ തന്നെ ഭൂപരിഷ്കരണ നിയമത്തിന്റെ ലംഘനം നടത്തുകയാണെന്ന് ചൂണ്ടിക്കാട്ടി RJDയും എതിർപ്പുമായി രംഗത്ത് വന്നു. എന്നാൽ മന്ത്രിസഭ തീരുമാനിച്ച വിഷയത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നത് സർക്കാരിന്റെ പ്രതിച്ഛായയെ തന്നെ ബാധിക്കുമെന്ന ഉറച്ച നിലപാടിലായിരുന്നു മുഖ്യമന്ത്രി. അവിടെ MP ഗോവിന്ദനും മുഖ്യമന്ത്രിയുടെ വാദത്തെ പിന്താങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതോടെയാണ് മുന്നണിയാകെ ഈ ഒരു തീരുമാനത്തിലേക്ക് ഐക്യകണ്ഠേന എത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഈ ആക്ഷേപങ്ങളില്ലാതെ പദ്ധതി നടപ്പിലാക്കുമെന്നാണ് യോഗത്തിന് ശേഷം TP രാമകൃഷ്ണൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ LDF കൺവീനർ വ്യക്തമാക്കിയത്. ഡാൻ കുര്യനാണ് വിശദവിവരങ്ങൾ നൽകിയത്. നന്ദി. ടൂറിസം മേഖലയിൽ ഇളവുകളും കള്ളുഷാപ്പുകളുടെ ദൂരപരിധിയും സംബന്ധിച്ച വ്യവസ്ഥകളിൽ മന്ത്രിമാർ സംശയം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് മദ്യനയം പരിഗണിക്കുന്നത് മന്ത്രിസഭ മാറ്റിവെച്ചു. ടൂറിസം മേഖലയ്ക്ക് അനുകൂലമായ നിലയിൽ കൂടുതൽ മാറ്റങ്ങൾ വേണമെന്ന് P രാജീവും മുഹമ്മദ് റിയാസും മന്ത്രിസഭാ യോഗത്തിൽ ആവശ്യപ്പെട്ടു. കള്ളുഷാപ്പുകളുടെ ദൂരപരിധിയിലായിരുന്നു റവന്യൂ മന്ത്രി K രാജന്റെ ആശങ്ക. മന്ത്രിമാർ ആശങ്ക ഉന്നയിച്ചതോടെയാണ് അങ്ങനെയെങ്കിൽ മദ്യനയത്തിൽ കൂടുതൽ ചർച്ചകൾ ആകട്ടെ എന്ന നിലപാട് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരുമായി ചർച്ച ചെയ്ത ശേഷം ഭേദഗതികളോടെ നയം വീണ്ടും പരിഗണിക്കാമെന്ന് മുഖ്യമന്ത്രി എക്സൈസ് മന്ത്രിയെ അറിയിക്കുകയായിരുന്നു. ടൂറിസം മേഖലകളിലെ ഹോട്ടലുകളിൽ സീസണിൽ പ്രത്യേക ലൈസൻസിലൂടെ ബിയറും വൈനും വിതരണം ചെയ്യാൻ നിലവിൽ വ്യവസ്ഥയുണ്ട്. കൺവെൻഷനുകൾക്കും കോൺഫറൻസുകൾക്കും വരുന്നവർക്കും ഈ സൗകര്യം ഉപയോഗപ്പെടുത്താമായിരുന്നു. ഇതിനു പുറമെയുള്ള ചില ഇളവുകൾ കൂടി വേണമെന്ന ആവശ്യമാണ് ടൂറിസം മന്ത്രിക്ക്.
വിനോദസഞ്ചാര മേഖലയുടെ വികസനത്തിന് അനുഗുണമായ തരത്തിൽ മാറ്റങ്ങൾ വേണമെന്ന് വ്യവസായ മന്ത്രി പി രാജീവും നിലപാടെടുത്തു. കള്ള് ഷാപ്പുകളുടെ ദൂരപരിധിയിലും സ്റ്റാർ ഹോട്ടലുകളിൽ കള്ളുചെത്തുന്നതിന് നൽകിയ അനുമതിയിലും കൂടുതൽ വ്യക്തത വേണമെന്നായിരുന്നു റവന്യൂ മന്ത്രി കെ രാജന്റെ ആവശ്യം. 1-ാം തീയതിയിലെ ഡ്രൈഡേ ഒഴിവാക്കാൻ നേരത്തെ എക്സൈസ് വകുപ്പ് ആലോചിച്ചെങ്കിലും CPM ഇതിന് അനുമതി നൽകിയിട്ടില്ല. വി അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. കേരളത്തെ പുകഴ്ത്തിയ നിലപാട് ആവർത്തിച്ച് ശശി തരൂർ. കണക്കുകളും വസ്തുതയും വെച്ചാണ് തന്റെ ലേഖനം. അത് തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തട്ടെയെന്നും പ്രശ്നപരിഹാരം വേണ്ടത് കേരളത്തിലെ നേതാക്കൾക്കാണെന്നും ശശി തരൂർ പറഞ്ഞു. രാഹുൽ ഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലെ കാര്യങ്ങൾ പുറത്തു പറയുന്നത് ശരിയല്ലെന്നും ശശി തരൂർ. ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിന്റെ പോസ്റ്റർ ഏറ്റുവാങ്ങി ശശി തരൂർ. പരിപാടിയിൽ പങ്കെടുക്കാനുള്ള ക്ഷണം തരൂർ നിരസിച്ചെങ്കിലും പരിപാടിക്ക് ആശംസകൾ നേർന്നത് ഡിവൈഎഫ്ഐ നേതൃത്വം അവകാശപ്പെടുന്നു. അതേസമയം പുതിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലുള്ള ഡിവൈഎഫ്ഐ നീക്കത്തെ തന്ത്രപരമായിട്ടാണ് കോൺഗ്രസ് നേരിടുന്നത്. കോൺഗ്രസിൽ തരൂറുണ്ടാക്കിയ ആശയക്കുഴപ്പത്തെ പരമാവധി മുതലെടുക്കുകയാണ് ഡിവൈഎഫ്ഐയുടെ തന്ത്രം. മാവസോ എന്ന് പേരിട്ടിരിക്കുന്ന സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിലേക്ക് തരൂരിന് ക്ഷണം. ഡൽഹിയിലെ വസതിയിൽ നേരിട്ടെത്തിയാണ് ഡിവൈഎഫ്ഐ നേതാക്കൾ ക്ഷണിച്ചത്. പോസ്റ്റർ ഏറ്റുവാങ്ങിയ തരൂർ ഡിവൈഎഫ്ഐ നേതാക്കൾക്കൊപ്പം ഫോട്ടോ എടുക്കാനും നിന്നുകൊടുത്തു. പരിപാടിയിൽ പങ്കെടുക്കാൻ അസൗകര്യമറിയിച്ച തരൂർ ഫെസ്റ്റിവലിന് ആശംസകൾ നേർന്നെന്ന് ഡിവൈഎഫ്ഐ നേതൃത്വം. നേരത്തെ ഏറ്റുപോയ 1-2 പരിപാടികളുണ്ട്, അപ്പൊ അതിന് പോണ്ടി വരും എന്നാണ് അദ്ദേഹം ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളെ പരിപാടിയോട് ഒരു മുഖം തിരിച്ചിരുന്ന സമീപനമല്ല ഞങ്ങൾ കാണിച്ചത്. സംസ്ഥാന സർക്കാരിനെ പുകഴ്ത്തിയ ലേഖനത്തിന് പിന്നാലെ ഡിവൈഎഫ്ഐ നേതാക്കൾക്കൊപ്പമുള്ള ചിത്രവും പുറത്തുവന്നു. സ്വാഭാവികമായും കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ വലിയ ആശയക്കുഴപ്പമുണ്ടാവണം. പക്ഷേ തന്ത്രപരമായി നീങ്ങാനാണ് കോൺഗ്രസിലെ ധാരണ. സെറ്റിൽ ചെയ്യാൻ എന്താ പോലെ യുദ്ധമുണ്ടോ? ഒരു യുദ്ധവും ഇല്ലല്ലോ. ഒരു പ്രസ്താവന നടത്തിയതിന്റെ അകത്ത് ഒരു നേരിയ ഒരു പ്രശ്നം വന്നപ്പോ അത് അവിടെ സപ്രസ് ചെയ്യാന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമല്ലേ? അത്ര വലിയ കഷ്ടമൊന്നും പറഞ്ഞിട്ടില്ല പുള്ളി. അതിന് മാത്രമുള്ള ദ്രോഹമൊന്നും അതിൽ ചെയ്തിട്ടൊന്നുമില്ല. അത് അദ്ദേഹം പോകുന്നില്ല, അതിനെപ്പറ്റി ബേജാറൊന്നും. ഇന്നലെ ഡൽഹിയിൽ തരൂർ നടത്തിയ ചർച്ചകൾക്ക് പിന്നാലെ വിവാദത്തെ കരുതലോടെ നേരിടാനാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ ഉണ്ടാക്കിയ ധാരണ. തരൂരിനെതിരെ പരാമർശങ്ങൾ നടത്തുന്നതിന് പകരം സർക്കാരിന്റെ കണക്കുകളെ ചോദ്യം ചെയ്യും. തരൂർ വിവാദം കൂടുതൽ നഷ്ടമുണ്ടാക്കാതിരിക്കാനുള്ള രാഷ്ട്രീയ ജാഗ്രത കാട്ടാനാണ് കോൺഗ്രസിന്റെ ശ്രമം. ന്യൂസ് 18, തിരുവനന്തപുരം. ശശി തരൂരിന്റെ ലേഖന വിവാദം അടഞ്ഞ അധ്യായമെന്ന് കെ മുരളീധരൻ. ലേഖനം പാർട്ടി തള്ളിയതാണെന്നും പരസ്യമായ രീതിയിലുള്ള പ്രതിഷേധം പാടില്ലെന്നും മുരളീധരൻ പറഞ്ഞു. ശശി തരൂർ വിവാദം കോൺഗ്രസ് പരിഹരിക്കുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. UDF ആണ് കേരളത്തിലെ വ്യവസായ സാധ്യതകൾ തുറന്നിട്ടത്. കോൺഗ്രസ് എന്ത് സാഹചര്യത്തിലും വിജയത്തിലെത്തിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും PK കുഞ്ഞാലിക്കുട്ടി. ഗാന്ധി കുടുംബവുമായി ഏറെ നാളായി നിലനിന്നിരുന്ന അകൽച്ചയുടെ മഞ്ഞുരുകിയ ആത്മവിശ്വാസത്തിലാണ് ശശി തരൂർ. കൂടിക്കാഴ്ച ശുഭസൂചകമായിരുന്നുവെന്നും അഭിപ്രായ സമന്വയത്തിന് വഴി തുറന്നെന്നുമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ലേഖന വിവാദം ആയുധമാക്കി ശശി തരൂരിനെ രാഷ്ട്രീയമായി പ്രഹരിക്കാൻ നീക്കം നടത്തിയ സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് അപ്രതീക്ഷിത തിരിച്ചടിയായി മാറി രാഹുൽ ഗാന്ധിയുമായി തരൂർ നടത്തിയ കൂടിക്കാഴ്ച. സോണിയാഗാന്ധിയുടെ ഔദ്യോഗിക വസതി എന്നതിനപ്പുറം കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ നിർണായക ചർച്ചകൾ നടക്കുന്ന 10 ജൻപതിൽ ശശി തരൂർ എത്തുമ്പോൾ രാഹുലിനെ കത്ത് നിരവധി നേതാക്കൾ വസതിയിലുണ്ടായിരുന്നു. തരൂർ എത്തിയതിന് പിന്നാലെ കാത്തുനിന്ന മുഴുവൻ നേതാക്കളെയും പുറത്തു നിർത്തി അടച്ചിട്ട മുറിയിലായിരുന്നു 1 മണിക്കൂറിലേറെ നീണ്ട കൂടിക്കാഴ്ച. കോൺഗ്രസ് ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഏറെ ആത്മബന്ധമുണ്ടായിരുന്ന ഗാന്ധി കുടുംബവുമായുള്ള ബന്ധം വഷളായതിന്റെ പശ്ചാത്തലം തരൂർ വിശദീകരിച്ചതായാണ് സൂചന. തരൂരിന് ദേശീയ സംസ്ഥാന നേതൃത്വങ്ങളുമായി നിലനിൽക്കുന്ന അഭിപ്രായ ഭിന്നതകളും ചർച്ചയിൽ ഇടം പിടിച്ചതായാണ് വിവരം. തരൂരിന്റെ പരിഭവങ്ങൾ അനുഭാവപൂർവ്വം കേട്ട രാഹുൽ ഗാന്ധി പ്രശ്നപരിഹാരത്തിനുള്ള ഇടപെടൽ വൈകാതെ തന്നെ നടത്തിയേക്കും. പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ മാധ്യമങ്ങളിൽ പരസ്യ ചർച്ചയാകുന്നതിൽ രാഹുൽ ഗാന്ധിക്കും കടുത്ത അതൃപ്തിയുണ്ടെന്നാണ് വിവരം. ഈ സാഹചര്യത്തിലാണ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങൾക്ക് മുഖം കൊടുക്കാതെ 10 ജൻപതിൽ നിന്ന് ശശി തരൂർ മടങ്ങിയതും. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. സംസ്ഥാനത്ത് കടുത്ത സാമ്പത്തിക ഞെരുക്കമെന്ന് പറയുന്ന സർക്കാർ PSC അംഗങ്ങളുടെ ശമ്പളത്തിൽ വൻ വർധനവാണ് വരുത്തിയത്. ചെയർമാന്റെ ശമ്പളം 1,85,039 രൂപയും അംഗങ്ങളുടേത് 1,22,004 രൂപയുമാണ് കൂട്ടിയത്. ജില്ലാ ജഡ്ജിമാരുടേതിന് സമാനമായാണ് PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളം മന്ത്രിസഭായോഗം കൂട്ടി നൽകിയത്. 10,000 രൂപയിൽ താഴെ ഓണറേറിയം വാങ്ങുന്ന ആശാവർക്കർമാർ 10 ദിവസത്തിലേറെ രാപകൽ സമരം ചെയ്യുന്നത് ഓണറേറിയം 21,000 രൂപയെ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ്.
സാമ്പത്തിക ഞെരുക്കത്തിന്റെ കണക്കു പറഞ്ഞ് കൈമലർത്തുന്ന ധനവകുപ്പിന് ലക്ഷങ്ങൾ ശമ്പളമാകുന്ന PSC അംഗങ്ങൾക്ക് ഇനിയും വാരിക്കോരി നൽകാൻ ഒരു മടിയും ഉണ്ടായില്ല. പൊരിവെയിലിൽ ആശാവർക്കർമാരുടെ സമരം നടക്കുമ്പോൾ സെക്രട്ടേറിയറ്റിനുള്ളിൽ അടിയന്തര തീരുമാനമായി മന്ത്രിസഭ കൈക്കൊണ്ടത് PSC അംഗങ്ങളുടെ ശമ്പള വർധനയാണ്. 2.25 ലക്ഷത്തോളം രൂപ ശമ്പളം ലഭിക്കുന്ന PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളം പുതിയ വർധനയോടെ 3.8 ലക്ഷത്തിലേക്ക് എത്തും. നിലവിൽ 2,58,000 രൂപയാണ് PSC അംഗത്തിന്റെ ശമ്പളം. ചെയർമാന്റേത് 2,79,000 രൂപയും. മന്ത്രിസഭാ തീരുമാനം നടപ്പാകുന്നതോടെ PSC അംഗങ്ങളുടെ ശമ്പളം 3,80,207 രൂപയായി ഉയരും. ചെയർമാന്റേത് 3,87,873. PSC അംഗങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന ശമ്പളത്തേക്കാൾ 1,22,400 രൂപ ഓരോ മാസവും അധികം കിട്ടും. ചെയർമാന് 1,08,359 രൂപയും. കൂടാതെ എല്ലാ വർഷവും സേവനകാലത്തിനനുസരിച്ച് ശമ്പളം പിന്നെയും കൂടും. ജനുവരി 1 മുതൽ മുൻകാല പ്രാബല്യത്തോടെ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാനായിരുന്നു നിർദ്ദേശമെങ്കിലും മന്ത്രിസഭ അത് അംഗീകരിച്ചില്ല. ജില്ലാ ജഡ്ജിമാരുടെ സെലക്ഷൻ ഗ്രേഡ് സ്കെയിലിലാണ് അംഗങ്ങളുടെ ശമ്പളം കൂട്ടിയത്. മറ്റു സംസ്ഥാനങ്ങളിലെ PSC അംഗങ്ങളുടെ സേവന വേതന വ്യവസ്ഥകൾ അടിസ്ഥാനമാക്കിയാണ് ശമ്പള പരിഷ്കരണമെന്നാണ് സർക്കാർ വാദം. ചെയർമാനടക്കം 21 അംഗങ്ങളാണ് PSCയിലുള്ളത്. ഇതിൽ നിലവിൽ ഒരൊഴിവുണ്ട്. ശമ്പള വർധനയിലൂടെ സർക്കാരിനുണ്ടാകുന്നത് കോടികളുടെ അധിക ബാധ്യത. വി അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. ആശാ വർക്കർമാർക്ക് ഉപാധിരഹിത ഓണറേറിയം അനുവദിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. ഇത് സംബന്ധിച്ച് പഠിക്കാൻ നിയോഗിച്ച സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. സംഘടനാ പ്രതിനിധികളുമായി ഫെബ്രുവരി 6 നടത്തിയ ചർച്ചയിലെ പ്രധാന ആവശ്യമാണ് നടപ്പിലാക്കിയതെന്ന് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ശൈലി ആപ്ലിക്കേഷനിലെ OTP സംവിധാനം നിർത്തലാക്കാൻ ഹെൽത്തിന് നിർദ്ദേശവും നൽകി. ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. കോഴിക്കോട് അധ്യാപിക ആത്മഹത്യ ചെയ്തു. 6 വർഷമായി ശമ്പളമില്ലാത്തതിൽ മനം നൊന്താണ് ആത്മഹത്യ ചെയ്തതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. താമരശ്ശേരി കോടഞ്ചേരി സെന്റ് ജോസഫ് LP സ്കൂൾ അധ്യാപിക അലീന ബെന്നിയാണ് വീട്ടിലെ മുറിയിൽ തൂങ്ങി മരിച്ചത്. MS അനീഷ് കുമാർ നൽകും വിവരങ്ങൾ. അനീഷ്, ഏറെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ നമുക്ക് പുറത്തുവിടേണ്ടി വന്നത്. അധ്യാപികയാണ് ആത്മഹത്യ, അതും ശമ്പളം ചെയ്ത ജോലിക്ക് കൂലി ലഭിക്കാത്തതിനാൽ മനംനൊന്ത് ആത്മഹത്യ ചെയ്തു എന്നാണ് അറിയാൻ സാധിച്ചത്. എന്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? താമരശ്ശേരി രൂപത കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ കീഴിലുള്ള കോടഞ്ചേരി സെന്റ് ജോസഫ് LP സ്കൂളിലെ അധ്യാപികയാണ് അലീന. കഴിഞ്ഞ 1 വർഷമായി ഈ സ്കൂളിലാണ് ഇവർ ജോലി ചെയ്തു വരികയും എന്നാൽ കഴിഞ്ഞ 6 വർഷത്തോളമായി ഇവർക്ക് ശമ്പളം ലഭിക്കുന്നില്ല. ആ കാരണക്കാരാണ് ഇവർ മരണത്തിന്റെ മാർഗം തെരഞ്ഞെടുത്തതെന്നാണ് കുടുംബം പറയുന്നത്. താമരശ്ശേരി രൂപത കോർപ്പറേറ്റ് മാനേജ്മെന്റ് കീഴിൽ തന്നെയുള്ള കട്ടിപ്പാറ ഹോളി ഫാമിലി സ്കൂളിലാണ് ഇതിനു മുമ്പ് ഇവർ ജോലി ചെയ്തിരുന്നത്. ആ സമയത്തും അവർക്ക് ആ ശമ്പളമൊന്നും ലഭിച്ചിരുന്നില്ല. കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ കീഴിൽ എയ്ഡഡ് സ്കൂളുകളാണ്. ഇവിടെ ജോലി ലഭിക്കുന്നതിനായി 13 ലക്ഷം രൂപയാണ് ഇവർ രൂപതയ്ക്ക് നൽകിയത്. പക്ഷേ ഈ നിയമനം സ്ഥിരമാക്കുന്നതിനോ ശമ്പളം നൽകുന്നതിനുള്ള നടപടികൾ ഈ മാനേജ്മെന്റിന്റെ കീഴിൽ നിന്നും ഉണ്ടാവുന്നില്ല. അധ്യാപികയെ പണം കൊടുത്ത് നിയമിച്ചെങ്കിലും ഇതിന്റെ പോസ്റ്റ് ക്രിയേഷൻ നടക്കാത്തതാണ് ഇവർക്ക് ശമ്പളം ലഭിക്കാതിരിക്കുന്നതിനുള്ള കാരണം. ഈ സ്കൂളിലെ അധ്യാപകരടക്കമുള്ളവർ സമാഹരിച്ച പണമാണ് ഓരോ മാസവും ചെറിയ തോതിലുള്ള ഒരു തുകയായി ഇവർക്ക് ശമ്പളമായി ലഭിച്ചിരുന്നത്. ഈ ഒരു മനോവിഷമമാണ് ഇവരെ ഇത്തരത്തിൽ ഈ ഒരു കൊടും കൈ ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്ന് രാവിലെ മുതൽ ഇവർ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയിരുന്നില്ല. വീട്ടിലുള്ള ആളുകൾ സ്ഥലത്തുണ്ടാവുകയുണ്ടായിരുന്നു. അവർ പുറത്തുപോയൊരു സാഹചര്യമാണ്. പക്ഷേ ഈ പ്രധാന അധ്യാപകൻ രാവിലെ ജോലിക്കെത്താതെ ഇവരെ വിളിച്ചപ്പോൾ ഇവരുടെ ഫോൺ എടുക്കുകയും ഉണ്ടായിരുന്നില്ല. തുടർന്ന് കുടുംബത്തോട് ബന്ധപ്പെടുകയും കുടുംബം അച്ഛനടക്കം വീട്ടിൽ വന്ന് നോക്കിയപ്പോഴാണ് വീട്ടിലെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ തൂങ്ങി മരിച്ചത് ഇവരെ കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും താമരശ്ശേരി രൂപതയുടെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം ഇനിയും ഉണ്ടായിട്ടില്ല. അസ്വാഭാവിക മരണത്തിന് താമരശ്ശേരി പോലീസ് കേസെടുത്തിട്ടുണ്ട്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേള. തിരികെ വാർത്തയിലേക്ക്. അനധികൃത കുടിയേറ്റക്കാരോടുള്ള സമീപനത്തിൽ മാറ്റമില്ലെന്ന് വ്യക്തമാക്കി അമേരിക്ക. ആളുകളെ വിലങ്ങ് വെച്ച് വിമാനത്തിൽ കയറ്റുന്ന ദൃശ്യങ്ങൾ ട്രംപിന്റെ ഓഫീസ് തന്നെ പുറത്തുവിട്ടു. വൻ ഇറക്കുമതി ചുങ്കം ഈടാക്കുന്ന ഇന്ത്യയിൽ ടെസ്ല ഫാക്ടറി തുടങ്ങുന്നതിനെതിരെ ഡൊണാൾഡ് ട്രംപ് ഇന്ന് പരസ്യമായി രംഗത്ത് വന്നു. ചങ്ങലകളുടെ കൂട്ടം, ആളുകളെ വിലങ്ങ് വെക്കുന്ന ഉദ്യോഗസ്ഥൻ, കാലും കൈയും ബന്ധിക്കപ്പെട്ട് വിമാനത്തിലേക്ക് കയറുന്ന മനുഷ്യർ. വൈറ്റ് ഹൗസ് പുറത്തുവിട്ട 40 സെക്കൻഡ് ദൃശ്യങ്ങളിൽ ഇതൊക്കെയാണ്. വല്ലവനുമൊക്കെ രാജ്യത്ത് കടന്നുകൂടിയാൽ ഇതായിരിക്കും വിധിയെന്ന് ലോകത്തെ അറിയിക്കുകയാണ് ട്രംപ് ഭരണകൂടം.
ആളുകളെ ചങ്ങലക്കിട്ട് കയറ്റി അയക്കുന്നതിനെതിരെ ഇന്ത്യയിലടക്കം പ്രതിഷേധം ഉയർന്നതിനിടെയാണ് ഈ ദൃശ്യങ്ങൾ ട്രംപിന്റെ ഓഫീസ് തന്നെ പുറത്തുവിട്ടത്. ചങ്ങലക്കിട്ട് തന്നെയായിരിക്കും നാടുകടത്തുക എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ് അമേരിക്ക. അന്യഗ്രഹ ജീവികൾ എന്നർത്ഥം വരുന്ന ഏലിയൻ എന്ന വാക്കാണ് ദൃശ്യങ്ങൾക്ക് അടിക്കുറിപ്പായി ഉപയോഗിച്ചിരിക്കുന്നത്. സമാന സാഹചര്യങ്ങളെക്കുറിച്ചുള്ള രാഷ്ട്രീയ തർക്കങ്ങളിൽ ഇന്ത്യയിൽ ഇപ്പോൾ പ്രചാരത്തിലുള്ള ഹിന്ദി വാക്ക് ഖുസ്ബൈഠിയ എന്നാണ്. അതുപോലെ കുടിയേറ്റക്കാർക്കുള്ള പുതിയ വിശേഷണമായി ഏലിയനും മാറും. ഇന്ത്യൻ വിപണിയിലേക്ക് ടെസ്ല കാറുകളുമായി എത്താൻ അവസരം കാത്തിരിക്കുന്ന ഇലോൺ മസ്കും അവസരം പാഴാക്കിയില്ല. ഗംഭീരമെന്ന അടിക്കുറിപ്പോടെ ദൃശ്യങ്ങൾ പങ്കുവച്ചു. ഇതിനോടകം ഏതാണ്ട് 10 കോടി ആളുകൾ ഈ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ട്. 100% ഇറക്കുമതി തീരുവ ഈടാക്കുന്ന ഇന്ത്യയിൽ എന്തിനാണ് ടെസ്ല കമ്പനി ഫാക്ടറി തുടങ്ങുന്നതെന്ന് ഇന്ന് ഡൊണാൾഡ് ട്രംപ് ചോദിച്ചു. ഇന്ത്യക്ക് ഇത് ഗുണകരമായിരിക്കും, പക്ഷേ അമേരിക്കയ്ക്ക് അത് അങ്ങനെയല്ല. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ ധനസഹായം വെട്ടിക്കുറച്ചതിനെയും ട്രംപ് ന്യായീകരിച്ചു. ഇന്ത്യക്ക് എന്തിനാണ് ഇത്രയും പണമെന്നായിരുന്നു ചോദ്യം. And $21 million for voter turnout in India. Well, why are we giving $21 million to India? They got a lot of money. They're one of the highest taxing countries in the world in terms of us. We can hardly get in there because their tariffs are so high. News Desk, News 18. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില കൂടുതൽ ഗുരുതരമായി തുടരുന്നു. ബ്രോങ്കൈറ്റിസ് ബാധിച്ച് 5 ദിവസമായി റോമിലെ ജമല്ലി ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയിലാണ്. മാർപ്പാപ്പയുടെ 2 ശ്വാസകോശങ്ങളിലും ന്യൂമോണിയ ബാധിച്ചതായി വത്തിക്കാൻ അറിയിച്ചു. ഇതേ തുടർന്ന് പോപ്പിന്റെ ഈ ആഴ്ചത്തെ ഔദ്യോഗിക പരിപാടികളെല്ലാം റദ്ദാക്കി. തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് മാർപ്പാപ്പ അഭ്യർത്ഥിച്ചു. ആശുപത്രിക്ക് മുന്നിൽ ആയിരങ്ങളാണ് പ്രാർത്ഥനയുമായി തടിച്ചുകൂടിയത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 4 മണിക്കൂർ നീണ്ട ശ്രമകരമായ ദൌത്യത്തിനൊടുവിലാണ് മസ്തകത്തിൽ പരിക്കേറ്റ കാട്ടാനയ്ക്ക് ചികിത്സ ഉറപ്പാക്കാനുള്ള ദൌത്യത്തിന്റെ ആദ്യഘട്ടം പൂർത്തീകരിച്ചത്. പ്രാഥമിക ചികിത്സ നൽകിയ ശേഷമാണ് ആനയെ അനിമൽ ആംബുലൻസിൽ കോടനാട്ടേക്ക് എത്തിച്ചത്. രാവിലെ 5:30ഓടെയാണ് ഡോക്ടർ അരുൺ സക്രിയയുടെ നേതൃത്വത്തിലുള്ള ദൗത്യസംഘം വനത്തിൽ പ്രവേശിച്ചത്. 4 ഡോക്ടർമാരും വനപാലകരുമടക്കം 120 പേരടങ്ങുന്ന സംഘം. വനത്തിൽ പ്രവേശിച്ച ദൗത്യസംഘം ആദ്യം കണ്ടത് പുഴ മുറിച്ചു കിടക്കുന്ന മറ്റൊരു ആനക്കൂട്ടത്തെ. 6:30ഓടെ മസ്തകത്തിൽ പരിക്കേറ്റ ആനയെ ലൊക്കേറ്റ് ചെയ്തു. ഏഴാറ്റുമുഖം ഗണപതി എന്ന മറ്റൊരു കാട്ടുകൊമ്പനൊപ്പമായിരുന്നു സഞ്ചാരം. 7:13 ആനയെ മയക്കുവെടി വെച്ചു. ഒരു റൗണ്ട് മയക്കുവെടി അതിന് നൽകിയിട്ടുണ്ട് എന്ന് അറിയാനായിട്ട് സാധിക്കുന്നു. ഇപ്പോൾ ആന അവിടെ നിൽക്കുകയാണ്. മറ്റാനയും അതിന് കൂടെയുണ്ട്. അപ്പോഴും മുറിവേറ്റ കൊമ്പന്റെ സമീപത്തു നിന്ന് മാറാതെ ഏഴാറ്റുമുഖം ഗണപതി ചേർത്തു പിടിച്ചു. ഏഴ് 27 ആന മയങ്ങി വീണു. സമീപത്തു നിന്നും മാറാതെ നിന്ന ഗണപതിയെ തുരത്താൻ ആകാശത്തേക്ക് വനപാലകർ റബ്ബർ ബുള്ളറ്റ് പ്രയോഗിച്ചു. ശബ്ദം കേട്ട് ഭയന്ന ഗണപതി കാട്ടിലേക്ക്. ഏഴ് 30 ദൗത്യസംഘം മയങ്ങി വീണ കൊമ്പനരികിൽ. പിന്നാലെ സുരേന്ദ്രൻ, വിക്രം, കുഞ്ചു എന്നീ കുങ്കിയാനകളും. പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം 3 കുങ്കിയാനകളെയും ഉപയോഗിച്ച് കാട്ടാനയെ ഉയർത്താൻ ശ്രമം തുടങ്ങി. മയക്കത്തിനിടയിലും ലോറിയിൽ കയറ്റുന്നത് പ്രതിരോധിക്കാൻ ശ്രമിച്ചു കാട്ടാന. 9:05 കാട്ടാന അനിമൽ ആംബുലൻസിൽ. ഒൻപത് 26 ആനയുമായി അനിമൽ ആംബുലൻസ് കോടനാട്ടേക്ക്. കെ പി ധനേഷിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18.
അതിരപ്പള്ളിയിൽ നിന്ന് മയക്കുവെടി വെച്ച് പിടികൂടി കോടനാട് അഭയാരണ്യത്തിലെത്തിച്ച കാട്ടാനയുടെ ചികിത്സ ആരംഭിച്ചു. പ്രത്യേകം സജ്ജമാക്കിയ കൂട്ടിലേക്ക് മാറ്റിയ ശേഷമാണ് ചികിത്സ ആരംഭിച്ചത്. മസ്തകത്തിലെ മുറിവ് 1 അടിയോളം ആഴമുള്ളതാണെന്നും 1.5 മാസം തുടർച്ചയായി ചികിത്സ വേണ്ടിവരുമെന്നുമാണ് ഡോക്ടർ അരുൺ സക്കറിയ പറയുന്നത്. കോടനാട്ട് എത്തിച്ച ആനയുടെ ചികിത്സയടക്കം ഉള്ള കാര്യങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ആനയെ കുളിപ്പിക്കുന്നു. അതിന് സ്ഥിരമായി വെള്ളമൊഴിച്ച് അതിന്റെ മുറിവും മറ്റും നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നതാണ്. നേരത്തെ ഡോക്ടർ അരുൺ സക്കറി അടക്കം പറഞ്ഞതുപോലെ 1 അടിയോളം ആഴത്തിലേക്ക് അതിന്റെ ആ മുറിവ് വന്നിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള ചികിത്സ നടപടികളടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആരംഭിച്ചിരിക്കുന്നു. ഏതാണ്ട് 1.5 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ചികിത്സ അതിന് നൽകേണ്ടി വരുമെന്നാണ് ഡോക്ടർ അരുൺ സക്കറിയ പറഞ്ഞത്. മുറിവ് ആഴത്തിലുള്ള വലിയൊരു മുറിവാണ്. അപ്പോൾ അതിന്റെ പഴുപ്പുണ്ട്, അതിന്റെ സെപ്റ്റിസീമിയ എന്ന കണ്ടീഷനുണ്ട് ആനയ്ക്കുണ്ട്. അപ്പോൾ അത് ഇത് ചെയ്യാനുള്ള മരുന്നൊക്കെ കൊടുത്തു. ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഒരു 1.5 മാസം കണ്ടിന്യൂസ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും. അതിനുള്ള ചികിത്സ അടക്കമുള്ള നടപടികളും കാര്യങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക സംഘത്തെ രൂപീകരിച്ചതായിട്ട് പറയുന്നു. 1.5 മാസവും കൃത്യമായൊരു മോണിറ്ററിംഗ് ഇതിന്റെ കാര്യത്തിലുണ്ടാകും. ആരോഗ്യാവസ്ഥ സംബന്ധിയായ കാര്യങ്ങളിൽ ഉണ്ടാകും. ആനയുടെ മയക്കം വിട്ട് തുടങ്ങുന്നു എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ശുഭസൂചകമായാണ് ഈ ചികിത്സാ സംഘം കണക്കാക്കുന്നത്. കാരണം അത് മരുന്നുകളോടും കാര്യങ്ങളോടുമെല്ലാം കൃത്യമായി പ്രതികരിക്കാൻ കഴിയുന്നൊരവസ്ഥയിലേക്ക് വൈകാതെ എത്തിച്ചേരുമെന്ന് തന്നെയാണ് ഡോക്ടർമാരുടെ സംഘവും പറയുന്നത്. ചികിത്സിക്കണം എന്നുള്ളത് വെച്ചിട്ടാണല്ലോ നമ്മൾ ആനയെ പിടിച്ചത്. അപ്പോൾ അത് ആ ചികിത്സ എത്രത്തോളം പോകുമെന്നൊന്നും നമുക്കറിയാൻ വയ്യ. പക്ഷെ അത് തുടരുന്നതിനനുസരിച്ചിട്ട് പിന്നെ ഡിപ്പാർട്ട്മെന്റ് തീരുമാനിക്കും. അത്യന്തം ദുഷ്കരമായ ഒരു ദൌത്യമാണ് വനം വകുപ്പ് അടക്കം ചേർന്ന് പൂർത്തീകരിക്കുന്നത്. ഇന്ന് രാവിലെ ഈ ദൌത്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആശങ്കകൾ നിരവധിയായിരുന്നു. പ്രത്യേകിച്ച് മയക്കുപിടിയേറ്റ കൊമ്പന് സമീപം മറ്റൊരു കൊമ്പൻ കൂടി നിലയുറപ്പിച്ചതെല്ലാം തന്നെ ആശങ്കയ്ക്ക് ഇട നൽകിയിരുന്നു. എന്നാൽ അതിനെല്ലാം മറികടന്നുകൊണ്ട് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി വനം വകുപ്പിന് ഈ ദൌത്യം പൂർത്തിയാക്കാൻ കഴിഞ്ഞുവെന്നതാണ് ഏറ്റവും ആശ്വാസകരം. കോടനാട് നിന്ന് ക്യാമറമാൻ കെ പി ധനുഷിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. മുറിവേറ്റ ആനയുടെ ജീവൻ രക്ഷിക്കാനുള്ള ദൌത്യത്തിനിടെ സൗഹൃദത്തിന്റെ അപൂർവ നിമിഷങ്ങൾക്കും അതിരപ്പള്ളി സാക്ഷിയായി. മയക്കുവെടിയേറ്റ കൊമ്പനെ തുമ്പിക്കൈകൊണ്ട് ചുറ്റിപ്പിടിച്ച് ചേർത്ത് നിർത്തിയ ഏഴാറ്റുമുഖം ഗണപതിയാണ് ഇന്നത്തെ താരം. ആ മയക്കുവെടി ശിക്ഷിക്കാനാണോ രക്ഷിക്കാനാണോ എന്ന് കാട്ടുകൊമ്പന്മാർക്കറിയില്ലല്ലോ. എന്തോ അപകടം പറ്റിയിട്ടുണ്ട്. ഒന്നും പേടിക്കണ്ട, കൂടെയുണ്ട്. ഈ നിമിഷങ്ങൾ മനുഷ്യഭാഷയിലേക്ക് തർജ്ജമ ചെയ്താൽ ഒരുപക്ഷെ ഇങ്ങനെയായിരിക്കും. മുറിവേറ്റ ആന ഇന്ന് വനം വകുപ്പിന്റെ ദൌത്യസംഘത്തിന്റെയും മാധ്യമങ്ങളുടെയും ദൃശ്യപരിധിയിലേക്ക് വന്നപ്പോൾ മുതൽ നാട്ടുകാർ ഏഴാറ്റുമുഖം ഗണപതി എന്ന് വിളിക്കുന്ന കാട്ടാനയും കൂടെയുണ്ടായിരുന്നു. സുരക്ഷ ഉറപ്പാക്കാൻ എന്ന പോലെ പെട്ടെന്നാണ് മയക്കുവെടിയേറ്റത്. ആദ്യം മസ്തകം ചേർത്ത് വെച്ച് കൂടെ നിന്നു. പിന്നെ തുമ്പിക്കൈ കൊണ്ട് ചുറ്റിപ്പിടിച്ചു. താഴെ വീഴാതിരിക്കാൻ ചേർത്ത് നിർത്തിയെങ്കിലും വെടിയേറ്റ ആന പതിയെ കുഴഞ്ഞു വീണു. വെടിയൊച്ചയും വലിയ ശബ്ദവും ഉണ്ടാക്കി കാട്ടിലേക്ക് തിരികെ ഓടിക്കുന്നതുവരെ കൂട്ടുകാരന് കാവൽ നിന്നു ഗണപതി. മനുഷ്യനേക്കാൾ ശക്തമായ ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന സാമൂഹ്യ ജീവിയാണ് ആനയെന്ന് പലപ്പോഴും പറയാറുണ്ട്. അത് നമ്മൾ മനുഷ്യർക്ക് മുന്നിൽ അപൂർവമായേ പ്രകടമാക്കാറുള്ളൂ. ജൈവബന്ധത്തിന്റെ അത്തരമൊരു അസാധാരണ നിമിഷമാണ് ഇന്ന് നമ്മൾ കണ്ടത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. തൃശൂർ താമരവെള്ളച്ചാലിൽ 60-കാരനെ കാട്ടാന ചവിട്ടിക്കൊന്നു. ആദിവാസിയായ പ്രഭാകരനാണ് കൊല്ലപ്പെട്ടത്. വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോകുന്നതിനിടെയാണ് പ്രഭാകരൻ കാട്ടാനയുടെ മുന്നിൽപ്പെട്ടത്. തൃശൂർ താമരവെള്ളച്ചാലിൽ പീച്ചി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 4 കിലോമീറ്റർ ഉൾവനത്തിൽ കരടിപ്പാറ തോണിക്കലിലാണ് സംഭവം. പാണഞ്ചേരി 14-ാം വാർഡിലെ താമരവെള്ളച്ചാൽ സങ്കേതത്തിലെ
മലയൻ വീട്ടിൽ പ്രഭാകരനാണ് കൊല്ലപ്പെട്ടത്. പുന്നക്കായ പെറുക്കാൻ വനത്തിൽ പോയതാണ് പ്രഭാകരനും മരുമകൻ സുരേന്ദ്രനും. സുരേന്ദ്രനാണ് ആദ്യം കാട്ടാനക്ക് മുന്നിൽപ്പെട്ടത്. സുരേന്ദ്രൻ ഓടിമാറി. പക്ഷേ പ്രഭാകരനെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. കാട്ടാനയുടെ അടിയേറ്റ് വീണ പ്രഭാകരനെ ചവിട്ടി കൊലപ്പെടുത്തി. സ്ഥിരമായി കാട്ടാന ഇറങ്ങുന്ന പ്രദേശമാണിത്. താമരവെള്ളച്ചാലിൽ കാട്ടാന കിണറ്റിൽ വീണ സംഭവം നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പീച്ചി ഡാമിന്റെ റിസർവോയറിനോട് ചേർന്ന പ്രദേശം കൂടിയാണിത്. മീൻ പിടിച്ചും വനവിഭവങ്ങൾ ശേഖരിച്ചുമാണ് താമരവെള്ളച്ചാലിൽ ആദിവാസികളുടെ ഉപജീവനം. സംസ്ഥാനത്ത് 2 മാസത്തിനിടെ കാട്ടാനയുടെ ആക്രമണത്തിൽ 12 പേരാണ് കൊല്ലപ്പെട്ടത്. ന്യൂസ് 18 തൃശൂർ. വേനൽ കടുക്കുന്നതോടെ സംസ്ഥാനത്ത് വന്യമൃഗശല്യം രൂക്ഷമാകുന്നു. മലയോര മേഖലയിൽ മാത്രമല്ല മറ്റിടങ്ങളിലും കാട്ടുപന്നികൾ വ്യാപക നാശമാണ് വരുത്തുന്നത്. കോഴിക്കോട് നരിക്കുനിയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ നിന്ന് യുവാവ് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. വീട്ടിന്റെ വരാന്തയിലിരുന്ന് പത്രം വായിക്കുകയായിരുന്ന പാലങ്ങാട് സ്വദേശി സലീമിന് നേരെയാണ് കാട്ടുപന്നി പാഞ്ഞെടുത്തത്. ഇത് കണ്ട സലീം പെട്ടെന്ന് വീടിനുള്ളിലേക്ക് കയറിയതിനാൽ അപകടം ഒഴിവായി. ആലപ്പുഴ മാന്നാറിൽ കാട്ടുപന്നി കുറുകെ ചാടി സൈക്കിൾ യാത്രികർക്കാണ് പരിക്കുപറ്റിയത്. കുട്ടമ്പേരൂർ സ്വദേശി രാജേഷ്, മകൻ അജയകൃഷ്ണൻ എന്നിവർക്കാണ് പരുക്ക്. ഇന്നലെ വൈകിട്ടാണ് സംഭവം. പരുക്കേറ്റവരെ മാവേലിക്കര ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഹരിപ്പാട് വീയപുരത്തും കാട്ടുപന്നി ശല്യമുണ്ട്. കഴിഞ്ഞ ദിവസം കായംകുളത്തും കാട്ടുപന്നി കൃഷിയിടത്തിലെത്തിയിരുന്നു. പാലക്കാട് കാഞ്ഞിരപ്പുഴയിൽ കാട്ടുപന്നി ആക്രമണത്തിൽ UKG വിദ്യാർത്ഥിനിക്കും അമ്മയ്ക്കും കഴിഞ്ഞ ദിവസം പരിക്കേറ്റിരുന്നു. മുതുക്കുരിശി കനാൽ നീന്തിക്കടന്നെത്തിയ പന്നി ഇരുവരെയും ആക്രമിക്കുകയായിരുന്നു. വേനൽ കടുക്കുന്നതോടെ നാട്ടിലെ വന്യമൃഗശല്യം രൂക്ഷമാകുമെന്നാണ് ആശങ്ക. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. വയനാട് ചൂരൽമലയിൽ പൂർണ്ണമായും തകർന്ന പാലം പുനർനിർമ്മിക്കും. 35 കോടിയുടെ പദ്ധതിക്ക് സർക്കാർ അംഗീകാരം നൽകി. ചൂരൽമല ടൗണിൽ നിന്ന് മുണ്ടക്കൈ റോഡിലേക്ക് എത്തുന്ന രീതിയിലാണ് പാലം പണിയുന്നത്. ഇനിയൊരു അപകടമുണ്ടായാൽ അതിജീവിക്കാൻ ശേഷിയുള്ള വിധത്തിലായിരിക്കും പാലത്തിന് നിർമ്മിതി. വെള്ളത്തിൽ തൂണുകൾ ഉണ്ടാവില്ല. ഇരുകരകളിലുമാകും പാലത്തിന്റെ അടിസ്ഥാനം. കഴിഞ്ഞ വർഷം ജൂലൈ 30-നാണ് ഉരുൾപൊട്ടലിനെ തുടർന്നുള്ള മലവെള്ളപ്പാച്ചിലിൽ പാലം ഒലിച്ചുപോയത്. ഒരിടവേള കൂടി. തിരികെ വാർത്തയിലേക്ക്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ഗ്യാനേഷ് കുമാർ ചുമതലയേറ്റു. 9 മണിയോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തെത്തിയാണ് ചുമതലയേറ്റത്. രാഷ്ട്ര നിർമ്മാണത്തിന്റെ ആദ്യപടി വോട്ടാണെന്നും 18 വയസ്സ് പൂർത്തിയായ എല്ലാവരും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണമെന്നും ഗ്യാനേഷ് കുമാർ അഭ്യർത്ഥിച്ചു. 2029 ജനുവരി 26 വരെയാണ് ഗ്യാനേഷ് കുമാറിന്റെ കാലാവധി. പാതിവില തട്ടിപ്പ് കേസിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിനെ ഇഡി ചോദ്യം ചെയ്യും. കൈവശമുള്ള തുക സംബന്ധിച്ച് ലാലി വിൻസെന്റ് ഇഡിക്ക് നൽകിയ വിശദീകരണത്തിൽ അടിമുടി അവ്യക്തതകളാണ്. 47 ലക്ഷം രൂപ വക്കീൽ ഫീസിനത്തിൽ കിട്ടിയതാണെന്ന ലാലി വിൻസെന്റിന്റെ വാദം ഇഡി വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഇടപാട് സംബന്ധിച്ച സംശയങ്ങൾ ബലപ്പെട്ടതോടെ ലാലി വിൻസെന്റിന്റെ അക്കൌണ്ടിലെ 1.15 ലക്ഷം ഇഡി മരവിപ്പിച്ചു. കോൺഗ്രസ് നേതാവും അഭിഭാഷകയുമായ ലാലി വിൻസെന്റിന്റെ മറൈൻ ഡ്രൈവിലെ ഫ്ളാറ്റിൽ ഇന്നലെ ഇഡി പരിശോധന നീണ്ടത് 12 മണിക്കൂറിലധികം. ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളും സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട മറ്റ് രേഖകളുമാണ് പ്രധാനമായും പരിശോധിച്ചത്. അനന്തുകൃഷ്ണനുമായി ലാലി വിൻസെന്റ് നടത്തിയത് 47 ലക്ഷം രൂപയുടെ ബാങ്ക് ഇടപാട്. ഇത് അഭിഭാഷക ഫീസെന്നും സേവനത്തിന് ലഭിച്ച തുകയെന്നും ലാലി വിൻസെന്റ് വാദിക്കുന്നുണ്ടെങ്കിലും നിരവധി ദുരൂഹതകൾ ബാക്കിയാണ്. എഗ്രിമെന്റ് തയ്യാറാക്കുന്നതിനുള്ള നിയമോപദേശത്തിന് ഇത്രയും ഫീസ് ആരെങ്കിലും നൽകുമോ? ഇത്രയും വലിയ തുക വക്കീൽ ഫീസായി വാങ്ങാൻ മാത്രം പ്രമുഖ അഭിഭാഷകയാണോ ലാലി വിൻസെന്റ്? 20ഓളം വലിയ കമ്പനികളുമായുള്ള എഗ്രിമെന്റ് ഡ്രാഫ്റ്റ് ചെയ്തു കൊടുത്തിട്ടും പ്രമുഖ അഭിഭാഷകയ്ക്ക് തട്ടിപ്പ് ബോധ്യപ്പെട്ടില്ലേ? ഈ ചോദ്യങ്ങൾക്കെല്ലാം വിശദീകരണം നൽകേണ്ടി വരും ലാലി വിൻസെന്റ്. അനന്തുകൃഷ്ണന്റെ 3 കമ്പനികൾക്കായി 3 കേസ് നടത്തിയിട്ടുണ്ടെന്ന് ലാലി വിൻസെന്റ് സമ്മതിച്ചു. തന്റെ കക്ഷിയെ തള്ളിപ്പറയില്ലെന്നും തന്നെ പറ്റിച്ചിട്ടില്ലെന്നും ലാലി വിൻസെന്റ് പറയുന്നതിലും പല സംശയങ്ങളും ഇഡിക്കുണ്ട്. ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളിൽ വിശദമായ അന്വേഷണത്തിന് ശേഷമാകും ചോദ്യം ചെയ്യൽ. ന്യൂസ് 18 കൊച്ചി. കോട്ടയത്ത് മദ്യപിക്കാനെത്തിയ ആളോട് ബാർ ജീവനക്കാരന്റെ ക്രൂരത. മദ്യത്തിന്റെ അളവ് ചോദ്യം ചെയ്തതിന് ബാറിലെത്തിയ ആളെ ജീവനക്കാരൻ മർദ്ദിച്ചു. പുതുതായി തുടങ്ങിയ വെമ്പള്ളിയിലെ ഏകചക്ര ബാറിലാണ് സംഭവം. ബാർ ജീവനക്കാരൻ കുമരകം സ്വദേശി ബിജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഉദ്ഘാടന ദിവസം തന്നെയാണ് അക്രമമുണ്ടായത്. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു.
കോഴിക്കോട് എരഞ്ഞിപ്പാലം ഹോളി ക്രോസ് കോളേജിലും റാഗിംഗ് പരാതി. കൂളിംഗ് ഗ്ലാസ് ധരിച്ചെത്തിയ 1ാം വർഷ വിദ്യാർത്ഥിയെയാണ് സീനിയർ വിദ്യാർത്ഥികൾ ക്രൂരമായി മർദ്ദിച്ചത്. മറ്റ് 6 വിദ്യാർത്ഥികളെ കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. ഇവർക്കെതിരെ പോലീസ് കേസെടുത്തു. കഴിഞ്ഞ 14-നാണ് 1ാം വർഷ BBA വിദ്യാർത്ഥി ഒളവണ്ണ സ്വദേശി വിഷ്ണു റാഗിങ്ങിന് ഇരയായത്. 3ാം വർഷ വിദ്യാർത്ഥികളായ മുഹമ്മദ് സിനാൻ, ഗൗതം എന്നിവർക്കൊപ്പം മറ്റ് 4 വിദ്യാർത്ഥികൾ കൂടി ചേർന്നാണ് മർദ്ദിച്ചത്. വിദ്യാർത്ഥിയുടെ തലയ്ക്കും കാലിനും പരിക്കേറ്റു. കോളേജിലെ ആർട്സ് ഡേ ആഘോഷങ്ങൾക്ക് വിഷ്ണു കൂളിംഗ് ഗ്ലാസ് ധരിച്ചെത്തിയതാണ് സീനിയർ വിദ്യാർത്ഥികളെ പ്രകോപിപ്പിച്ചത്. കൂളിംഗ് ഗ്ലാസ് അഴിച്ചുമാറ്റിയ ശേഷം വിഷ്ണുവിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. കോളേജിൽ ആദ്യമായാണ് റാഗിംഗ് പരാതി ഉയരുന്നതെന്നും പരാതി ലഭിച്ച ഉടൻ തന്നെ ആരോപണ വിധേയരായ വിദ്യാർത്ഥികളെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായും കോളേജ് അധികൃതർ അറിയിച്ചു. ആന്റി റാഗിംഗ് കമ്മിറ്റി നമ്മളെ CCTVയുടെ ഫുട്ടേജ് എല്ലാം കൃത്യമായിട്ട് പരിശോധിച്ചു. അപ്പോൾ അതിന്റെ വെളിച്ചത്തിലാണ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനിയുള്ളത് ഇപ്പോൾ അവരുടെ കയ്യിലാണ്. കുട്ടികളിപ്പോൾ ക്യാമ്പസിലില്ല. വിദ്യാർത്ഥിയുടെ പരാതിയെ തുടർന്ന് നടക്കാവ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. കോട്ടയം റാഗിംഗ് കേസിലെ പ്രതികളായ 5 പേരെയും പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 2 ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡി. പ്രതികളെ കോളേജിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. 3ാം വർഷ വിദ്യാർത്ഥികളായ സാമുവേൽ, ജീവ, റിജിൽജിത്ത്, രാഹുൽ രാജ്, വിവേക് എന്നിവരാണ് കേസിലെ പ്രതികൾ. നിലപാട് മാറ്റി പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമര. കുറ്റസമ്മത മൊഴി നൽകാൻ തയ്യാറല്ലെന്ന് ചെന്താമര പറഞ്ഞു. അഭിഭാഷകനെ കണ്ട ശേഷമാണ് നിലപാട് മാറ്റം. ഇരട്ടക്കൊലക്കേസിൽ നിന്നും തനിക്ക് രക്ഷപ്പെടണമെന്നില്ല. കുറ്റസമ്മതം നടത്തിയാലുള്ള ഭവിഷ്യത്ത് എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയെന്ന് ചെന്താമരയുടെ അഭിഭാഷകൻ ജേക്കബ് മാത്യു പ്രതികരിച്ചു. പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചതിനനുസരിച്ച് വിചാരണ നേരിടും. അന്വേഷണ സംഘത്തിന്റെ അപേക്ഷ പരിഗണിച്ച് പാലക്കാട് CJM കോടതിയിലാണ് രഹസ്യമൊഴിയെടുക്കാൻ നേരത്തെ ഉത്തരവിട്ടത്. മതസ്പർദ്ധയുണ്ടാക്കുന്ന കുറ്റങ്ങൾ തടവ് ശിക്ഷ നിർബന്ധമായും വേണമെന്ന് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ. നിലവിൽ പരമാവധി 3 വർഷം വരെ തടവ് മാത്രമാണ് ശിക്ഷ. കുറ്റകൃത്യത്തിനുള്ള ശിക്ഷ വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കണം. മുസ്ലിം വിരുദ്ധ പരാമർശ കേസിൽ BJP നേതാവ് PC ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് വാക്കാൽ പരാമർശം. PC ജോർജ് നിരന്തരമായി കുറ്റം ചെയ്യുന്നയാളാണെന്നും മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നും സർക്കാർ വാദിച്ചു. മതസ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിൽ പരാമർശം നടത്തിയിട്ടില്ലെന്ന് PC ജോർജ് ഹൈക്കോടതിയോട് പറഞ്ഞു. മലപ്പുറം അരീക്കോട് തെരട്ടമ്പലിൽ സെവൻസ് ഫുട്ബോൾ മത്സരത്തിനിടെ പടക്കം പൊട്ടിയുണ്ടായ അപകടത്തിൽ സംഘാടകർക്കെതിരെ കേസെടുത്ത പോലീസ്. സ്ഫോടക വസ്തുക്കൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്തതിനാണ് കേസെടുത്തത്. സെവൻസ് ഗ്രൗണ്ടിൽ ഇത്തരം ആഘോഷങ്ങൾ വേണമോ എന്ന ചോദ്യവും കഴിഞ്ഞ ദിവസത്തെ അപകടം ഉയർത്തുന്നു. മലപ്പുറം അരീക്കോടിനടുത്ത് തെരട്ടമ്പലിൽ നടന്ന സെവൻസ് ഫുട്ബോൾ മത്സരത്തിനിടെയാണ് അപകടമുണ്ടായത്. ഫൈനൽ മത്സരത്തിനായി യുണൈറ്റഡ് FC നെല്ലിക്കുത്ത്, KMG മാവൂർ എന്നീ ടീമുകൾ ഗ്രൗണ്ടിൽ ഇറങ്ങുന്നതിന് മുൻപായിരുന്നു കരിമരുന്ന് പ്രയോഗം. ചൈനീസ് പാക്കറ്റ് കതിനകളാണ് വെടിക്കെട്ടിന് ഉപയോഗിച്ചിരുന്നത്. പൊട്ടിക്കൊണ്ടിരിക്കെ ഈ പാക്കറ്റ് ചെരിഞ്ഞതാണ് അപകട കാരണം. ആകാശത്തേക്ക് ഉയർന്നുപോയി പൊട്ടേണ്ട കതിരകൾ കാണികൾക്കിടയിലേക്ക് വീണു. 40-ലധികം പേർക്ക് പരിക്കുണ്ട്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. സ്ഫോടക വസ്തുക്കൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്തതിന് സംഘാടകർക്കെതിരെ പോലീസ് കേസെടുത്തു. കരിമരുന്ന് പ്രയോഗം നടത്തുന്നത് സംഘാടകർ അറിയിച്ചിരുന്നില്ലെന്ന് പോലീസ് പറഞ്ഞു. സെവൻസ് മൈതാനങ്ങളിലെ ഇത്തരം ആഘോഷങ്ങൾ നിയന്ത്രിക്കേണ്ടതാണെന്ന അഭിപ്രായം നാട്ടുകാർക്കുണ്ട്. സംഘാടകർ ജാഗ്രത കാണിക്കേണ്ടതായിരുന്നുവെന്ന അഭിപ്രായമാണ് ശക്തമായി ഉയരുന്നത്. താരതമ്യേന ചെറിയ മൈതാനങ്ങളാണ് സെവൻസ് ഫുട്ബോൾ മത്സരങ്ങൾക്ക് ഒരുക്കുക. വെടിക്കെട്ട് പോലെയുള്ള ആഘോഷങ്ങൾ മൈതാനത്തിന് അകത്ത് വെച്ച് തന്നെ നടത്തുമ്പോൾ അപകട സാധ്യത ഏറുകയാണ്. സെവൻസ് ഫുട്ബോളിന്റെ തലസ്ഥാനമായ മലപ്പുറം ജില്ലയിൽ അതുകൊണ്ട് തന്നെ അരീക്കോടുണ്ടായ അപകടം ഒരു മുന്നറിയിപ്പാണ്. ന്യൂസ് 18 മലപ്പുറം. മൂന്നാറിൽ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് മരിച്ചവരുടെ എണ്ണം 3ആയി. തമിഴ്നാട് നാഗർകോവിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. മൂന്നാർ എക്കോ പോയിന്റിലാണ് അപകടമുണ്ടായത്. സുധൻ, ആദിക, വേണിക എന്നിവരാണ് മരിച്ചത്. പരിക്കേറ്റവരെ മാന്നാർ അടിമാലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മാട്ടുപ്പെട്ടി എക്കോ പോയിന്റിന് സമീപം വളവിൽ നിയന്ത്രണം വിട്ട ബസ് മറിയുകയായിരുന്നു. ICC ചാമ്പ്യൻസ് ട്രോഫിയുടെ ആദ്യ മത്സരത്തിൽ ന്യൂസിലൻഡിന് ഉയർത്തിയ 321 റൺസ് വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിനിറങ്ങിയ പാകിസ്ഥാൻ വിജയത്തിനായി പൊരുതുന്നു. അർദ്ധ സെഞ്ചുറി നേടിയ മുൻ ക്യാപ്റ്റൻ ബാബർ അസമിനൊഴികെ മറ്റാർക്കും കിവീസ് ബൌളർമാർക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാനായില്ല. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 7 വിക്കറ്റ് നഷ്ടത്തിൽ 207 റൺസ് എന്ന നിലയിലാണ് പാകിസ്ഥാൻ. ന്യൂസിലൻഡിനായി
മിച്ചൽ സാന്നർ, വില്യം ഒറോർക്കെ എന്നിവർ 2 വിക്കറ്റ് വീതം വീഴ്ത്തി. നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലൻഡ് സെഞ്ചുറി നേടിയ വിൽ യങ്ങിന്റെയും ടോം ലാഥത്തിന്റെയും പ്രകടനത്തിന്റെ കരുത്തിലാണ് മികച്ച സ്കോർ പടുത്തുയർത്തിയത്. ചാമ്പ്യൻസ് ട്രോഫിയിൽ ബുംറയുടെ അഭാവം നികത്താനാവാത്തതെന്ന് BCCI മാച്ച് റഫറി പി രംഗനാഥൻ. പരമ്പര വിജയിക്കാനുള്ള സാധ്യത 50% മാത്രമാണെന്നും പി രംഗനാഥൻ ആശങ്ക അറിയിച്ചു. ബുംറ ഇന്ത്യക്ക് ഇല്ലെങ്കിൽ മറ്റുള്ള ടീമുകൾക്കെല്ലാം അതുപോലെ തന്നെ കുറവുകളുണ്ട്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയ, പാറ്റ് കമ്മിൻസും മിച്ചൽ സ്റ്റാർക്കും ടീമിലില്ല. അപ്പം അവരുടെ ഒരു സോളിഡ് ബോളിംഗ് അറ്റാക്ക് മാറുകയാണ് 2 ബോളേഴ്സ്. അപ്പോൾ ഇവിടെ നമുക്കൊരു പരിചയസമ്പന്നനായിട്ടുള്ള ഷമ്മി തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജാണ്. പക്ഷെ ഷമ്മിയുടെ ഇതുവരെയുള്ള പരിക്കിൽ നിന്ന് വന്നു. അദ്ദേഹം ഇംഗ്ലണ്ടിനെതിരെ അദ്ദേഹത്തിന്റെ ബോളിംഗ് ഒരിക്കലും നമുക്കൊരു ഇംപ്രസീവ് ആയിരുന്നില്ല. പക്ഷേ ചാമ്പ്യൻസ് ട്രോഫി അല്ലെങ്കിൽ ദുബായിൽ കളിക്കുന്നു. പരിചയസമ്പന്നതനായിട്ടുള്ള ഷമ്മിയുടെ ഒരു ബോളിംഗ് മികവ് അദ്ദേഹത്തിന് ആ ഒരു സിറ്റുവേഷനിൽ പുറത്തെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബുംറയുടെ ഒരു പരിധി വരെ നമുക്കത് ഫില്ല് ചെയ്യാൻ സാധിക്കും. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് സെമി ഫൈനലിൽ കേരളത്തിനെതിരെ ഗുജറാത്തിന്റെ മറുപടിയും ശക്തം. അതിവേഗം റൺസ് നേടി ലീഡിന് ശ്രമിക്കുന്ന ഗുജറാത്ത് 3ാം ദിനം കളി അവസാനിച്ചപ്പോൾ 1 വിക്കറ്റ് നഷ്ടത്തിൽ 222 റൺസ് എന്ന നിലയിലാണ്. സെഞ്ചുറി നേടിയ പ്രിയങ്ക് പാഞ്ചലും അർദ്ധ സെഞ്ചുറി നേടിയ ആര്യ ദേശായിയുടെയും കൂട്ടുകെട്ടാണ് ഗുജറാത്തിനെ ശക്തമായ നിലയിലെത്തിച്ചത്. പൂർണ്ണമാകുന്നു ന്യൂസ് അപ്ഡേറ്റ്സ്. നമസ്കാരം.